ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ 55 ഡേയ്സ് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വോട്ടിങ്ങിന് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യൂട്യൂബിലെയും അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളുടെയും വോട്ടിങ്ങിന് അടിസ്ഥാനത്തിൽ ആരാണ് ഏറ്റവും അധികം സപ്പോർട്ട് നേടിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നേടിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്, ഏറ്റവും അധികം ജനങ്ങൾ സ്നേഹിക്കുന്നതും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള 5 മത്സരാർത്ഥികൾ ആരൊക്കെയാണ്? ഈ ഒരു സീസണിൽ വിജയസാധ്യതയുള്ള ഈ പറയുന്ന 5 മത്സരാർത്ഥികൾ തന്നെ ആയിരിക്കും. യാതൊരു അത്ഭുതങ്ങളും സംഭവിച്ചില്ല എങ്കിൽ ഞാൻ പറയാൻ പോകുന്ന 5 മത്സരാർത്ഥികളിൽ നിന്ന് ഒരാളായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അതുകൂടി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നമ്മുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, അനീഷിനാണ്. ഏതൊരു കമ്മ്യൂണിറ്റി പോളുകൾ എടുത്ത് നോക്കുമ്പോഴും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകൾ എടുത്ത് നോക്കുമ്പോഴും ഒരു വോട്ടിംഗ് വരുന്ന സമയത്ത് ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടുന്ന കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ്. അനീഷിന് കിട്ടുന്നതിൻ്റെ അത്ര സപ്പോർട്ട് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും ഇതുവരെയും കിട്ടാനായിട്ട് സാധിച്ചിട്ടില്ല. ആദ്യത്തെ കോമണർ കണ്ടസ്റ്റൻ്റാണ് അനീഷ് ഇത്രയേറെ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും അധികം വിജയസാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനീഷ്. അടുത്തതായിട്ട് ഞാൻ 2-ാം സ്ഥാനം കൊടുക്കുന്നത് ഷാനവാസിനായിരിക്കും. ഷാനവാസിന് ഒരുപാടധികം സപ്പോർട്ട് പല പോളിംഗ് സൈറ്റുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളായാലും നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളായാലും കൃത്യമായിട്ട് ഷാനവാസിന് അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ആ ഒരു കോംബോയൊക്കെ ഒരുപാട് പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന 2-ാം സ്ഥാനം ഷാനുവിന് കൊടുക്കും. അടുത്തതായിട്ട് 3-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനുമോളാണ്. അനുമോൾക്കും വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് എല്ലാവിധ പോളിംഗ് സൈറ്റുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനുമോൾ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് കോണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അനുമോൾ ഉണ്ടാക്കിയെടുത്ത അതേ സപ്പോർട്ട് ഇപ്പോഴും അതേപടി തന്നെ കൊണ്ടുപോകാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. അനുമോൾ ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിൽ ഒരു മത്സരാർത്ഥി തന്നെയാണ്. അതുകൊണ്ട് തന്നെ 3-ാം സ്ഥാനം നമുക്ക് അനുമോൾ കൊടുക്കാം. 4-ാം സ്ഥാനത്തേക്ക് ഞാൻ പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നൂറയാണ്. നൂറ ബിഗ് ബോസ് ഹൗസിൽ ഏകദേശം ഒരു ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കൊക്കെ വളരെ വീക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. അതിനുശേഷം ഒരു തേർഡ് വീക്കൊക്കെ തൊട്ടാണ് നൂറയുടെ വായയിൽ നാക്കുണ്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല കോണ്ടന്റുകളും നൂറയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ മോപ്പോസ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ട് കോണ്ടന്റ് കൊടുക്കാനായിട്ട് നൂറയ്ക്ക് പല സമയങ്ങളിലും ബിഗ് ബോസ് ഹൗസിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും അധികം വിജയസാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ ഒരാൾ തന്നെയാണ് നൂറ. അടുത്തതായിട്ട് ഞാൻ 5-ാം സ്ഥാനം കൊടുക്കുന്നത്, 5-ാം സ്ഥാനം ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന വേദലക്ഷ്മിക്ക് കൊടുക്കും. BB ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് സ്വന്തം കാര്യം സ്വന്തമായൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ ആരൊക്കെ വന്ന് എതിർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ ഒന്നും താഴ്ന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യം ആർക്കുമില്ല എന്ന് പ്രൂവ് ചെയ്തൊരു കണ്ടസ്റ്റൻ്റാണ് വേദലക്ഷ്മി. LGBTQ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ലാലേട്ടനോട് വരെയും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അതേ ഗെയിം ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ആ ഒരു ക്വാളിറ്റി ജനങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടതും ഈ പറയുന്ന വേദലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റിനെ ഏറ്റെടുത്തതും. ഈ ഒരു സമയത്ത് എല്ലാവിധ കമ്മ്യൂണിറ്റി പോളുകളിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും കൃത്യമായിട്ടുള്ളൊരു വോട്ടിംഗ് നമുക്ക് വേദലക്ഷ്മിക്കും കിട്ടുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ 5-ാം സ്ഥാനം കൊടുക്കുന്നത് വേദലക്ഷ്മിക്കാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടോപ്പ് 5 കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. ഈ ഒരു ലിസ്റ്റിൽ ഞാൻ 1-ാം സ്ഥാനത്ത് അനീഷിനെ പറഞ്ഞു, 2-ാം സ്ഥാനത്ത് ഷാനവാസിനെ പറഞ്ഞു, 3-ാം സ്ഥാനത്ത് അനുമോളെയും, 4-ാം സ്ഥാനത്ത് നൂറയെയും, 5-ാം സ്ഥാനത്ത് വേദലക്ഷ്മിയുമാണ് പറഞ്ഞത്. ഇതേ കണ്ടസ്റ്റൻസിനെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റിലായാലും അല്ലെങ്കിൽ കോണ്ടന്റുകളിലായാലും ഇതേ കണ്ടസ്റ്റൻസിനൊപ്പം നിൽക്കാൻ പറ്റുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിലുണ്ട്. അക്ബർ ഖാനെ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ വേണമെങ്കിൽ ഇടം കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് അക്ബർ ഖാൻ. പക്ഷേ പുള്ളിക്കാരൻ്റെ ഗെയിം കുറച്ച് ഡീവിയേറ്റ് ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്, ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ചുരുക്കി പറയാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വോട്ടിങ്ങിലൊക്കെ ഈ പറയുന്ന വേദലക്ഷ്മി ആയാലും നൂറയായാലും ഷാനവാസിനെയും അനീഷിനെയും അനുമോളെയൊന്നും എന്താണ് അവരെയൊന്നും ബാക്കിലോട്ടാക്കിക്കൊണ്ട് മുന്നേറാനായിട്ട് അക്ബർ ഖാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അക്ബർ ഖാൻ. പുള്ളിക്കാരൻ്റെയും ഒരു മുന്നേറ്റം നമ്മളിനി ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകുന്ന നാളുകളിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഏറ്റവും അധികം ബിഗ് ബോസ് ഹൗസിൽ ജനങ്ങളുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. മിക്കവാറും നിങ്ങൾ പല പല മറ്റുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ ആര്യന് വോട്ട് ചെയ്യുന്നവരുണ്ടാവാം, ബിന്നി സെബാസ്റ്റിന് വോട്ട് ചെയ്യുന്നവരുണ്ടാവാം, ആദിലക്ക് വോട്ട് കൊടുക്കുന്നവരുണ്ടാകാം, ഈ പറയുന്ന നേവിന് വോട്ട് ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെ അങ്ങനെ ഈ പറയുന്ന ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് എന്താണ് ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന ജനങ്ങൾക്ക് പല പല പെർസ്പെക്റ്റീവ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഒരുപോലെയല്ല ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിനനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേര് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്